ബഹുമാന്യരായ ഉസ്താദ് മുസ്ലിയാർ വേഷധാരികളായ ആളുകളോടാണ്. നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾക്കൊരുപാട് ബലഹീനതകളുണ്ടാകാം. ആ ബലഹീനതകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ആ വസ്ത്രങ്ങളൊക്കെ അങ്ങ് മാറ്റി സാധാരണക്കാരുടെ വസ്ത്രം ധരിച്ച് മേൽവിലാസവും ഉപേക്ഷിച്ച് ഈ സർവാദരണീയർ എന്ന പട്ടവും ഉപേക്ഷിച്ച് സാധാരണക്കാരായി മാറുക. ഇല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ഓരോ പ്രത്യാഘാതങ്ങളും ഈ പറയുന്ന ഒരു സമുദായത്തിലൂടെ അങ്ങ് പ്രവാചകനിലേക്കെത്തും. അല്ലെങ്കിൽ തന്നെ എത്തിക്കുന്നതിന് പേര് കിട്ടിയാൽ കാത്തിരിക്കുന്നവരുടെ കാലത്ത് വസ്ത്രവും രൂപവും ഭാവവും കൂടി കിട്ടിയാൽ അവിടെ എത്തും എന്നുള്ളതിൽ യാതൊരു കാര്യമില്ല. അതിനങ്ങനെ എത്തിക്കുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ എത്താനുള്ള വഴിവെട്ടി കൊടുക്കുന്ന നിങ്ങളെയൊക്കെ കൂടി പറയേണ്ടതുണ്ട്. കാരണം അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ രൂപത്തിലേക്ക് അങ്ങ് മാറുക. ഒന്നുമല്ലെങ്കിൽ കുറച്ചൊരു പ്രതിരോധം, അല്ലെങ്കിൽ കുറച്ചൊരു സവിശേഷമായ ഒരു പിന്തിരിയൽ, അത്രയുമെങ്കിലും നിങ്ങളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് ബഹുമാനമില്ലാത്തതുകൊണ്ടോ ആദരവില്ലാത്തതുകൊണ്ടോ ഏതെങ്കിലും ഒരു സംഘടനയോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല പറയുന്നത്. ഇങ്ങനെ വേഷം കെട്ടി നടന്ന് പലതും കാണുമ്പോൾ പലതും കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംഗതി കൊണ്ട് മാത്രമാണ്. ഈ പൗരോഹിത്യം അല്ലെങ്കിൽ പണ്ഡിതർ, സർവാദരണീയർ, ഉസ്താദുമാർ എന്നൊക്കെ പറയുന്നതിന് വലിയ പദവി കൊടുത്ത് ഒരു സമൂഹവും സമുദായവും കൂടെ നിൽക്കുന്ന പ്രവണത മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കേ ഉള്ളൂ. ഹിന്ദുമതത്തിൽ അവരിപ്പോഴൊക്കെയാണ് ഏതെങ്കിലും സ്വാമിമാരെക്കുറിച്ചൊക്കെ അങ്ങനെ ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഈ സ്വാമിമാരെ അങ്ങ് സംരക്ഷിച്ച് നിലനിർത്തി അവരെ തീറ്റിപ്പോറ്റുന്ന ബാധ്യതയൊന്നും ഹിന്ദു സമുദായം എടുക്കാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ആദരണീയരാണെന്നും നിങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും നിങ്ങൾക്ക് സവിശേഷമായി നന്മ ചെയ്യുന്നതുകൊണ്ട് പരലോകത്ത് പുണ്യം കിട്ടുമെന്നുമൊക്കെ ഉള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഒരു സവിശേഷ വിഭാഗമായി പരിഗണിച്ചാണ് ഇങ്ങനെ കരുതി പോരുന്നത്. അങ്ങനെ കരുതി പോരുമ്പോൾ ഈ കരുതുന്ന സമൂഹത്തോട്, അല്ലെങ്കിൽ ആ മേൽവിലാസത്തോട്, ആ ചിഹ്നത്തോട്, ആ അടയാളത്തോട് ഒക്കെ നിങ്ങൾക്കൊരു കൂറും ബാധ്യതയും അത് നിർദ്ദേശിക്കുന്ന ഒരു പരിമിതിയുമുണ്ടെന്ന് നിങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ പരിമിതി കൂടി ഉൾക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. അതിനെ രണ്ട് ആംഗിളിൽ കാണാം. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സവിശേഷമായ ഒരു സ്ഥാനം ഈ സമൂഹം നൽകുന്നതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ, നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിൽ, നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നതിൽ, നിങ്ങൾ വന്നിറങ്ങുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നതിൽ, നിങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതിൽ, നിങ്ങൾക്കെന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ തരാൻ സന്തോഷം കാട്ടുന്നതിൽ ഒക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി. രണ്ടാമത്തേത്, ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരുന്ന വീഴ്ചയെ കൈകാര്യം ചെയ്ത് ഇരയാക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് രുചികരമായ ഒരു സംഗതി എന്നുള്ള നിലയിലും ഈ രണ്ട് ആംഗിളിലും നിങ്ങളതിൻ്റെ പ്രാധാന്യം എടുത്തോളൂ, വിരോധമില്ല. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു കാലത്തെക്കുറിച്ചും ഒരു രീതിയെക്കുറിച്ചും നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. അതുമാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സവിശേഷമായ രീതിയിൽ ഒരു പ്രത്യേക അവയവം കൊണ്ട് ടാറ്റ കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പം മറ്റൊരു വീഡിയോ കാണാനിടയായി, ഒരു കനാഫലിയുടെ വീരഗാഥ. ആ കനാഫലിയാണ് അബുൽ ബുഷറ മൗലവി മരിച്ചപ്പോൾ മയ്യത്ത് പോലും നിസ്കരിക്കരുതെന്ന് ആഹ്വാനം ചെയ്ത ആളാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം മർക്കസിൽ നിന്നും പിന്നീട് മറ്റൊരു സ്ഥലത്തു നിന്നുമൊക്കെ ഒഴിവാക്കിയ ആളാണ്. കനാഫലിയാണ്. അദ്ദേഹത്തിൻ്റെ വീരകൃത്യപ്രകാരം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുറിപ്പ് കണ്ടു. അത് സത്യമോ അല്ലാത്തതോ എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഗതി കണ്ടു. സാമൂഹ്യ മാധ്യമത്തിൽ അതിൻ്റെ കഥയും ചരിത്രവും ഒക്കെ പറയുന്നുണ്ട്. ഈ മേൽവിലാസങ്ങളും വസ്ത്രവും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ റോഡിൻ്റെ പണിക്കോ എന്തെങ്കിലും കൂലിപ്പണിയോ ഒക്കെ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ നിന്ദിക്കാനോ നിങ്ങളെ ഇകഴ്ത്താനോ വേണ്ടിയൊന്നുമല്ല. ഈ ക്രൈസ്തവ സഭയിൽ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ പോയിട്ട് അത് കഴിയില്ലെന്ന് തോന്നുമ്പോൾ സ്ഥാനവസ്ത്രം ഊരി മറ്റ് ജീവിതത്തിലേക്ക് പോകുന്ന ധാരാളം പേരുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഊരുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇടുമ്പോൾ ആ ഇട്ടിരിക്കുന്നത് എന്താണെന്നും അത് നൽകുന്ന പ്രാധാന്യം എന്താണെന്നുമുള്ളൊരു ബോധ്യം അതുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.